ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തമ്പ് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും, ക്ലാസ് ഒന്നുമല്ല. നമ്മളിപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ലാസ്റ്റ് ഡേറ്റ് ഈ ജനുവരി 29 ആയിരുന്നു. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് പഠനമൊക്കെ തുടങ്ങിയ ഒരു സമയമായിരിക്കും അല്ലെ. അപ്പൊ ഈ മാത്സ് എടുത്ത ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരുപാട് പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിച്ചൊരു രീതി. ഞാൻ ലിസ്റ്റിൽ വന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 2022 HSC എക്സാം ആയിരുന്നു. എൻ്റെ ആദ്യത്തെ HSC എക്സാം ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ നമുക്കറിയാം, HSC എക്സാം ഒക്കെ 4 വർഷം കൂടുമ്പോഴൊക്കെയാണ് നമ്മുടെ HSC എക്സാം നടക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു HSC എക്സാം ഞാൻ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു 2013 HSC നോട്ടിഫിക്കേഷൻ വന്നത്. അത് 2016 എക്സാം കഴിഞ്ഞു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് 2020 അല്ലെ, 2019 2020 അടുത്ത നോട്ടിഫിക്കേഷൻ. അപ്പൊ എനിക്ക് 2016 എക്സാം എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തൊരു എക്സാം ആയിരുന്നു ഇത് 2020 എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, HSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിട്ട് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് വന്നതായിരുന്നു. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ HSC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ. നമ്മൾ HSC ആണ് ക്വാളിഫിക്കുക, അല്ലെങ്കിൽ HSC എക്സാം ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെ നിന്നാണ്? നമ്മുടെ +2 ലെവല്, ഡിഗ്രി ലെവൽ, PG ലെവൽ വരെ, ചില ഏരിയ എന്നൊക്കെ PG ലെവൽ വരെ ചോദ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഒന്നാമത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഇത് ഏത് ഏരിയ എന്നാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഗ്യാപ്പ് വന്നുപോയി. ഓക്കെ. അപ്പൊ ഞാന് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് BEd കഴിഞ്ഞ് MEd കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് BEd കോളേജിലായിരുന്നു. അപ്പൊ BEd കോളേജിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഇതിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് BEd കോളേജിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ മാത്സ് കഴിഞ്ഞവർക്കറിയാം, മാത്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവിടെ നമ്മളെ BEd കോളേജ്. അതായത് ഡിഗ്രിക്കും PGക്കും +2 ഒന്നും പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ BEd കോളേജിൽ ഒരു ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നത് അല്ലെ. മെത്തഡോളജി, പെഡഗോഗി പാർട്ടാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ലെസൺ പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം 10ാം ക്ലാസ് ലെവൽ അല്ലെ, UP 10ാം ക്ലാസ് ലെവൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുമായിട്ടുള്ള ഒരു ബന്ധം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പഠനത്തിലേക്ക് ട്രാക്കിലേക്ക് വരിക എന്ന് പറഞ്ഞത് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷം സമയം കിട്ടിയിരുന്നു എക്സാം. അതായത് കോവിഡ് ആയിട്ട് എക്സാം ഇങ്ങനെ നീട്ടി ഡേറ്റ് വരാൻ ലേറ്റ് ആയി, അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് ആ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പഠനം തുടങ്ങുന്ന സമയത്ത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പഠിച്ചു തുടങ്ങിയ സമയത്ത് ടേംസ് കംപ്ലീറ്റ് മലയാളം. അപ്പൊ സെറ്റ് മുതൽ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ടേംസ് കംപ്ലീറ്റ് മലയാളത്തിൽ വരുന്നു. അത് മറ്റൊരു ബുദ്ധിമുട്ട്. ഓക്കെ. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി, നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിപ്പോ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒരു ടേം ഇംഗ്ലീഷൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മീഡിയം അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ തുടക്കത്തിൽ നേരിട്ടത്. അപ്പൊ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം, പഠിക്കേണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ വളരെ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ഈ BEdും MEdും അല്ലെ, PGയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ ആവണം എന്നുള്ള ലക്ഷ്യത്തോടെ ആണല്ലോ നമ്മൾ ഈ കോഴ്സൊക്കെ പാസ് ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് മുന്നിൽ വരുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഏത്, ഈ HSC എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ പഠിക്കാതിരിക്കാനും പറ്റില്ല അല്ലെ. നമ്മളിപ്പോൾ എത്ര പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഞാനിത് ചെയ്തത് വെറുതെ ആയി പോവല്ലോ അല്ലെ. ഇനിയൊരു അടുത്തൊരു ചാൻസ് നമുക്ക് ഉണ്ടോ എന്നറിയില്ല, എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരും എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കോഴ്സ് വെറുതെ ആവില്ല, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പഠിച്ചു വന്നിട്ട് അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോകും എന്നുള്ളൊരു തോന്നലിൽ നമുക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും. അങ്ങനെയായിരുന്നു പഠിച്ചു തുടങ്ങിയത്. ഓക്കെ. പിന്നെ പഠിച്ചു തുടങ്ങുമ്പം ഇനി പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ സിലബസ് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെക്കുക. നമ്മുടെ HSCയുടെ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചതിന് ശേഷം അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂണിറ്റ് മൊഡ്യൂള് 2 പറയാം. നമുക്കറിയാം 8 മൊഡ്യൂളുകളാണ് വരുന്നത് അല്ലെ. മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 5 വരെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 6ഉം 7ഉം 8ഉം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. മാത്സും പഠിക്കണം, അതോടൊപ്പം സ്റ്റാറ്റിയും പഠിക്കണം. പിന്നെയുള്ളത് GK പോർഷൻ അത് ഞാൻ പറയാം. അപ്പൊ ഈ സിലബസിൽ നമ്മുടെ മാത്സിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ആ യൂണിറ്റ് 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ് 2 എടുക്കാം. യൂണിറ്റ് 2 നമുക്ക് വരുന്നത് നമ്പർ തിയറിയുടെ പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്പർ തിയറിയുടെ പാർട്ടും ഏതാണ് പിന്നെ മെട്രിക്സും എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് യൂണിറ്റ് മൊഡ്യൂൾ 2 വരുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 2 ഇപ്പൊ അതിൽ വരുന്ന കാര്യങ്ങൾ നമ്പർ തിയറിയിൽ നമുക്ക് GCD പഠിക്കാനുണ്ട്, LCM പഠിക്കാനുണ്ട്, പിന്നെ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ പഠിക്കാനുണ്ട്. ഓക്കെ, ലീനിയർ കോൺഗ്രുവൻസും പഠിക്കാനുണ്ട്. അത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്ന മെട്രിക്സിന്റെ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഏതാ വരുന്നത് അതിൽ പിന്നെ ഡിറ്റർമിനന്റ് കാണാൻ പഠിക്കണം, പിന്നെ ഐഗൺ വാല്യൂ, ഐഗൺ മെട്രിക്സ്, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത് നമ്മളെ ആ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞത്. ആ മൊഡ്യൂൾ 2 നിങ്ങൾ എടുക്കുക. ആ മൊഡ്യൂൾ 2 നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൽ എന്തൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്പർ തിയറി എടുക്കുകയാണെങ്കിൽ അതിൽ GCD കാണാൻ, LCM കാണാൻ, ആ കാര്യങ്ങളൊക്കെ എന്താണ് ബേസ് ആയിട്ട് വരുന്ന കാര്യമാണ്. അതിൽ ഹയർ ലെവൽ വരുന്ന കാര്യം എന്താണ്? കോൺഗ്രുവൻസിന്റെ പാർട്ട് അല്ലെ. ആ കോൺഗ്രുവൻസിന്റെ പാർട്ട് എന്താണ്? നമ്പർ തിയറിയിൽ ഹയർ ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ആ കോൺഗ്രുവൻസിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇത് ബേസ് ലെവല്, ഇത് ഹയർ ലെവല്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചോദ്യമാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ചോദ്യം കണ്ടാൽ അറിയാം. GCD എന്നൊരു ചോദ്യം ഇപ്പൊ 2024 കഴിഞ്ഞ ഒരു ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൽ GCD, അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, നമ്മൾ HCF ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം അതിലുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഒരു 3 ചോദ്യങ്ങൾ, 3-4 ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ചോദിച്ചിരിക്കുന്നത് ആ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞൊരു പേരിൽ നിന്നാണ്. ആ കോൺഗ്രുവൻസ് നമ്മൾ +2 പഠിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഡിഗ്രിയിലാണ് എന്ത് പഠിക്കുന്നത്? ആ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞ ഭാഗം പഠിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അതിൽ നിന്നാണ് 3 ചോദ്യങ്ങളും അല്ലെ 2-3 ചോദ്യങ്ങൾ ആ ഒരു കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിലബസ് ഞാനിപ്പോ ഒരു മൊഡ്യൂൾ 2 മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ മൊഡ്യൂൾ 2 തന്നെ ബേസ് ലെവലിൽ നിന്ന് ഒരു ചോദ്യമാണെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് വരുന്ന ചോദ്യം എന്താണ്? 2-3 ചോദ്യങ്ങൾ ഹയർ ലെവലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ യൂണിറ്റ് 2 എടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളും എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ വരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ എങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബേസ് ആയിട്ടുള്ള ഏരിയയും ഹയർ ആയിട്ടുള്ള ഏരിയയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നേരിട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സമയം അല്ലെ. ഇപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിൽ തന്നെ ഡിഗ്രി ലെവലിനാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം? ആ ലിമിറ്റിനുള്ളിൽ നമുക്കത് തീർക്കാൻ പറ്റണം അല്ലെ. നമുക്കിപ്പം കോൺഗ്രുവൻസ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഡിഗ്രിക്ക് കോൺഗ്രുവൻസ് പഠിക്കുന്ന സമയത്ത്, നമ്പർ തിയറിയിൽ കോൺഗ്രുവൻസ് എന്ന ഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിരുന്നു? പ്രൂവ് ചെയ്യാനായിരുന്നു ചോദ്യങ്ങൾ കൂടുതൽ അല്ലെ. നമുക്ക് ഈ ഒരു എക്സാമിന് പ്രൂവ് ചെയ്യാൻ ചോദ്യങ്ങളുണ്ടോ? ഇല്ല. നമ്മുടെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് അല്ല അല്ലെ. നമ്മുടെ എന്താണ് MCQs ആണ് ചോദിക്കുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ആൻസർ അതിലുണ്ട്. അപ്പം ആ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തിയറി ഒക്കെ പഠിച്ചിട്ട് നമ്മൾ തിയറി പ്രൂവ് ചെയ്യാനൊന്നും പഠിക്കല്ല. തിയറി എന്താണോ പറയുന്നത് തിയറി മനസ്സിലാക്കി വെക്കുക, അതിന് പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്തു തീർക്കാൻ പറ്റണം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ചോദ്യം ഇടുന്ന ഒരാൾക്കറിയാം നമുക്ക് 1.5 മണിക്കൂറാണ്, 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ഒരു എക്സാമിനുള്ളത്. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഇടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കുമ്പം നമ്മുടെ ടൈം ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് കുറെ വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് വരും? ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതിൽ ഏതൊക്കെ ലെവലിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇപ്പൊ മൊഡ്യൂൾ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ കുറെ സോളിഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഭാഗങ്ങളൊക്കെ അല്ലെ നമ്മൾ എവിടെ പഠിക്കുന്നത്? നമ്മൾ ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുന്നത് മൊഡ്യൂൾ 1 വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി വെച്ച് അതിൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്. പിന്നുള്ളത് പഠിക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം. ഓക്കെ, അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആ സമയത്ത് കോവിഡിന്റെ സമയത്ത് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും എന്തായിരുന്നു? വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിക്കാൻ കുറച്ച് സമയം എന്ത് ചെയ്യും? പഠനത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മിനിമം 4 മണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിക്കാൻ വേണ്ടി സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്കൂർ കൊടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് മടുപ്പായിരിക്കും അല്ലെ. കുറെ ഇങ്ങനെ പഠിച്ച് കുറെ കണ്ടന്റ് അത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് കേട്ടോ. സ്ഥിരം ഇപ്പം PG കഴിഞ്ഞ ആളുകൾക്കൊക്കെയാണ് ഇത്ര പ്രശ്നമൊന്നും വരില്ല. ഒരു 10 വർഷമൊക്കെ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ
ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റെക്കായി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന ഏരിയ അല്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒരേ ഏരിയ തന്നെ പഠിക്കാൻ അല്ലെങ്കിൽ ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ചു പോയിട്ട് അവിടെ നിന്ന് കുറേ മടുപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഏരിയ സ്റ്റാറ്റിയിലേക്ക് പോവുക അല്ലെങ്കിൽ GK പോവുക. അങ്ങനെ ഒന്ന് ഏരിയ മാറ്റിയിട്ട് മിനിമം 4 മണിക്കൂർ എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നുള്ളത് സ്റ്റഡി മെറ്റീരിയൽ അല്ലെ. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എവിടുന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമ്മളിപ്പോൾ +1 +2 ടെക്സ്റ്റ് ബുക്ക് നമ്മളെ മിക്കവാറും പേരുടെ കയ്യിലുണ്ടാവും. ആ +1 +2 ടെക്സ്റ്റ് കവർ ചെയ്താൽ തന്നെ നമ്മുടെ സിലബസിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സിലബസ് ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് +1 വരുന്നത്, ഏതൊക്കെയാണ് ഹയർ സെക്കൻഡറി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഹയർ സെക്കൻഡറി ലെവലിലെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് +1ഉം +2ഉം അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ലൈവിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ആ +1 +2 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ലൈവ് എടുക്കാറ്. അവരിപ്പോൾ സെറ്റാണ് നമ്മുടെ ചോദ്യം വരുന്നതെങ്കിൽ ആ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ +1ൽ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോൾ ലൈവിൽ സെറ്റാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ആ +1ലെ സെറ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് അതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചിട്ട് വരാം അല്ലെ. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുന്നതിന് പകരം എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ PSC പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ നോട്ടൊക്കെ എഴുതി വെച്ച് അല്ലെ CRT ബേസ് ചെയ്തിട്ട് നമ്മൾ PSCക്ക് പഠിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, +1 +2ലെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ HSC ഫസ്റ്റ് റാങ്കിലേക്കും ഒക്കെ എത്തിയ ആളുകൾ കൂടുതലായിട്ടും ആ ഒരു ഏരിയയിൽ ക്ലാസ് എടുക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. കാരണം എന്താണ്, ചോദ്യങ്ങൾ വരുന്നത് ആ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ബേസ് നന്നായിട്ട് അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഈ നമ്മുടെ HSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ്. അപ്പം എന്ത് ചെയ്യണം, നമ്മളെ സോഴ്സ്, നമ്മളെ പഠനത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കണം. +1 +2 ഏരിയ നന്നായിട്ട് പഠിക്കുക. സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡിഗ്രി പോർഷൻസ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ആ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അതിനനുസരിച്ചുള്ള ഡിഗ്രിയിലെ ബുക്കുകളും ഡിഗ്രിയിലെ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടായിരിക്കില്ല. കുറേ പേര് നോട്ടൊക്കെ എടുത്ത് വെച്ച ആളുകളുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പരിചയമുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഏരിയ ഡിഗ്രി എല്ലാ ഭാഗവും വേണ്ടല്ലോ, ആ ഏരിയ വരുന്ന പോർഷൻസ് മാത്രം എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റിനെ ബേസ് ചെയ്തിട്ട് സൈറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കായിട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ആ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ OMR വെച്ചിട്ട് നമ്മൾ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചില പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ഒട്ടും പറ്റാത്തൊരു ഏരിയ ഉണ്ടാവും അല്ലെ. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആ പഠിച്ച സമയത്ത് ചില ഏരിയസ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം അത് എത്ര പഠിച്ചാലും നമുക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആ ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറേ മാർക്കുകൾ നമുക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ അതിനെ പഠിച്ചു കഴിഞ്ഞ് അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഇതേ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് 100 ചോദ്യം ഉണ്ടെങ്കിൽ 100 നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ ചിലതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തത്, ആ ഒരു സമയത്ത് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ OMR നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം, ഞാനിപ്പം ഇത്രയും നമുക്ക് സമയം കിട്ടി, 2 വർഷം സമയം കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇതേപോലെ തന്നെ പഠിച്ചു പോകാന്നുള്ളത് മടുപ്പായിരിക്കും അല്ലെ. ഈ ഒരു രണ്ട് ദിവസം നമുക്ക് കുറേ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്യാപ്പ് വരും നമ്മുടെ പഠനത്തിൽ. അപ്പൊ ഇതുപോലുള്ള പഠനത്തിലൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രാക്കിലേക്ക് കയറുക എന്ന് പറഞ്ഞത് എന്തായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞത് ഒരു ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കോഴ്സ് ചെയ്തു അല്ലെ, B.Ed കോഴ്സ് ചെയ്തു. ഇത്രയും രീതിയിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ HSC എന്ന് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്കില്ല അല്ലെ. ഇപ്പൊ പെയ്ഡഡ് സ്കൂളിലൊക്കെ കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത്രയും ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കിയിട്ടാണ് കയറുന്നത്. അപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലാത്ത എല്ലാവർക്കും ഇപ്പൊ അത്രയും ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാശ് എന്ത് ചെയ്യണം, നമ്മൾ പെയ്ഡഡ് സ്കൂൾ കയറുന്ന സമയത്ത് വേണം. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് ഇത്രയും നമ്മളതിൽ സ്പെൻഡ് ചെയ്യാനില്ല, നമ്മൾ ഇത്രയും പഠിച്ചെത്തിയല്ലോ അല്ലെ. ഇനിയിപ്പം കുറച്ച് ഈ ഒരു 6 മാസം ആണെങ്കിൽ 6 മാസം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുമല്ലോ എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു ആ സമയത്ത് പിന്നെയും നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ആ ഒരു സമയത്ത് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് വന്നിരുന്നത് അല്ലെ. ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എനിക്ക് കാത്തിരിക്കാനില്ല, അല്ലെങ്കിൽ
ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാനില്ല എന്നുള്ളൊരു മോട്ടിവേഷനിൽ കൂടെ നല്ല രീതിയിൽ പഠിക്കുക. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പം ഇനി ഇപ്പോഴും കുറേ പേരെന്താണ് നന്നായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതുപോലൊരു ചാൻസ് നമുക്കിനി പിന്നെ നമുക്ക് കിട്ടണം എന്നില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷനിൽ കൂടെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ മടികളൊക്കെ മാറ്റിവെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഇതൊക്കെ കാര്യങ്ങളാണ് എന്നെ ഒരു ലിസ്റ്റിലേക്ക് എത്താൻ സഹായിച്ച കാര്യങ്ങൾ. അപ്പം നിങ്ങളും ഇതേ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഈ 19-ാം തീയതി മുതൽ ഫെബ്രുവരി 19-ാം തീയതി മുതൽ HSCയുടെ മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഈ മോഡൽ എക്സാം നടത്തി അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളുകൾക്ക് ഇവിടെ കോഴ്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക, അവർ കൂടുതലായിട്ട് പറഞ്ഞുതരും. അപ്പം മടി പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയ്ക്ക് നമ്മുടെ HSC എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ഒരു 6 മാസം സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.